ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് അനലറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ 2026 ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 19 ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ഡാറ്റ ഓഫ് ദി ഏജ് ഓഫ് ഹസ്ബൻഡ് ആൻഡ് ദി ഏജ് ഓഫ് വൈഫ് ഫോം ദി ടു റിഗ്രഷൻ ലൈന് ആൻഡ് കാൽക്കുലേറ്റ് ദി ഹസ്ബൻഡ് ഏജ് വെൻ ദി വൈഫ് ഏജ് ഈസ് 16. ഹസ്ബൻഡ് ഏജ് തന്നിട്ടുണ്ട്, അതേപോലെ വൈഫ് ഏജ് തന്നിട്ടുണ്ട്. ഓൾസോ ഫൈൻഡ് ഏജ് ഓഫ് വൈഫ് വെൻ ഹസ്ബൻഡ് ഏജ് ഈസ് 40. ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ റിഗ്രഷൻ ലൈനാണ് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എമൗണ്ടുകൾ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. അതായത് എക്സ് എന്നതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു, വൈ എന്നതിൻ്റെ വാല്യൂ കൊടുക്കുന്നു. ഇപ്പോൾ എക്സിൽ ഒരു വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുന്നു. അതായത് ഇവിടെ എ എക്സ് ആയിട്ട് എടുക്കുന്നത് 30 ആണ്. ഇനി അതേപോലെ എ വൈ ആയിട്ട് എടുക്കുന്നത് നമ്മൾ എത്രയാണ്? 25 ആണ് എ വൈ ആയിട്ട് എടുക്കുന്നത്. അതായത് അസ്യൂംഡ് മീൻ ഓഫ് വൈ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സിൽ നിന്നും അസ്യൂംഡ് മീൻ കുറക്കണം. അതാണ് എക്സ് മൈനസ് എ എക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വൈയിൽ നിന്നും അസ്യൂംഡ് മീൻ കുറക്കണം. അതാണ് വൈ മൈനസ് എ വൈ എന്ന് പറയുന്നത്. അതേപോലെ എക്സ് മൈനസ് എ എക്സ് ഹോൾ സ്ക്വയറും അതേപോലെ വൈ മൈനസ് എ വൈ ഹോൾ സ്ക്വയറും കാണുന്നു. പിന്നെ എക്സ് മൈനസ് എ എക്സ് ഇൻറ്റു വൈ മൈനസ് എ വൈ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്ത് എക്സിൻ്റെ വാല്യൂ 36 ജസ്റ്റ് നോക്കുക. എക്സിൻ്റെത് വാല്യൂ 36 ആണ്. എക്സ് മൈനസ് 30 എന്ന് പറഞ്ഞാൽ എത്ര വരും? 36 മൈനസ് 36 എന്ന് കിട്ടും. then അതിനുശേഷം ഇതിൻ്റെ സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. ഇവിടെയാണ് നമ്മൾ സ്ക്വയർ കാണുന്നത്. ജസ്റ്റ് കോളം ഹെഡിങ് കൊടുത്തത് ജസ്റ്റ് മാറിയതാണ്. ഇവിടെ എന്താണ്? എക്സ് മൈനസ് എ എക്സ് സ്ക്വയർ ആണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ 36 കിട്ടും. ഇനി അതേപോലെ തന്നെ വൈയുടെ കേസിൽ 29 ആണ്. 29 മൈനസ് 25 ആണ്. അപ്പോൾ 4 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ്? വൈ മൈനസ് എ വൈ എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. വൈ മൈനസ് എ വൈ. ഓക്കെ, അതിൻ്റെ സ്ക്വയർ ഇവിടെ വൈ മൈനസ് എ വൈ ഹോൾ സ്ക്വയർ ഇവിടെ കൊടുക്കുന്നു. 16 എന്ന് വരും. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ എക്സ് മൈനസ് എ എക്സ് ഇൻറ്റു വൈ മൈനസ് എ വൈ ഇവിടെ എത്ര വരും? ഇവിടെ 6 ഇൻറ്റു 4 അതായത് 24 എന്ന് കിട്ടും. ഇതേപോലെ നമ്മൾ ഓരോ റോലേതും ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. സിഗ്മ എക്സ് കാണുന്നു, സിഗ്മ വൈ കാണുന്നു. ഇതേപോലെ ഓരോന്നിൻ്റെയും ടോട്ടൽ ചെയ്യുന്നു. അത് ഇവിടെ എന്താണ്? ഡി എക്സ് ആണിത്. ഡി എക്സ്, സിഗ്മ ഡി എക്സ്. ഇവിടെ എന്ത് കിട്ടും? സിഗ്മ ഡി എക്സ് സ്ക്വയർ വരും. അതേപോലെ സിഗ്മ ഡി വൈ സ്ക്വയർ, സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ എന്നുള്ള നിലക്ക് നമുക്ക് വാല്യൂ കിട്ടും. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. കാൽക്കുലേഷൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് വൈ ഓൺ എക്സ് ആൻഡ് എക്സ് ഓൺ വൈ. അപ്പോൾ അതിൽ ബി വൈ എക്സും ബി എക്സ് വൈയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബി വൈ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് 9 ആണ്. 9 ഇൻറ്റു എന്ത് കാണുന്നു? ഇവിടെ സിഗ്മ ഡി എക്സ് ഡി വൈ എത്രയാണ്? 117 ആണ് കിട്ടിയത്. മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ആണ്. സിഗ്മ ഡി എക്സ് നമുക്ക് എത്രയാണ് കിട്ടിയത്? സിഗ്മ ഡി എക്സ് കിട്ടിയത് 2 ആണ്. ഓക്കെ, സിഗ്മ ഡി എക്സ് 2 ആണ് കിട്ടിയത്. ദെൻ സിഗ്മ ഡി വൈ എത്രയാണ്? സിഗ്മ ഡി വൈ 3 ആണ് കിട്ടിയത്. അപ്പോൾ 2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ. സിഗ്മ ഡി എക്സ് സ്ക്വയർ എത്രയാണ് കിട്ടിയത്? ഡി എക്സ് സ്ക്വയർ 134 ആണ് കിട്ടിയത്. അപ്പോൾ 134 മൈനസ് എന്താണ്? സിഗ്മ ഡി എക്സ് സ്ക്വയർ ആണ്. സിഗ്മ ഡി എക്സ് ഹോൾ സ്ക്വയർ 2 സ്ക്വയർ എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ബി വൈ എക്സ് 0.871 എന്ന് കിട്ടും. ഇതേപോലെ ബി എക്സ് വൈയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ ഇൻ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.755 എന്ന് കിട്ടും. ദെൻ അതിനുശേഷം നമ്മൾ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സിലേക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും. അപ്പോൾ ഇവിടെ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. വൈ മൈനസ് വൈ ബാർ എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അത് വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 9 ആണ്. സിഗ്മ വൈ ഡിവൈഡ് ബൈ 9 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എത്ര? ഇവിടെ 25.33 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ
എന്താണ് n ആണ്. അപ്പോൾ 25.33 എന്ന് കിട്ടും. ദെൻ BYX നമ്മൾ കണ്ടെത്തിയതാണ് 0.871 ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറും ഇതേപോലെ നമ്മൾ കണ്ടെത്തണം സിഗ്മ എക്സ് ഡിവൈഡ് ബൈ n. അങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y ഈസ് ഈക്വൽ ടു 0.871x മൈനസ് 0.992 എന്ന് കിട്ടും. സോൺ വൈയും കാണുന്നു. ഇവിടെ നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 0.755 y പ്ലസ് 11.09 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചത് വെൻ ഹസ്ബൻഡ് ഏജ് എന്താണ് 40 ആണെങ്കിൽ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 40 ആണെങ്കിൽ y എത്രയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ഇതിലേക്ക് എക്സിൻ്റെ വാല്യൂ കൊടുക്കുന്നു, 40 കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 33 പോയിൻറ്റ് എന്ന് കിട്ടും. എന്നാൽ 33 ആണ് ഏജ്. ഇതേപോലെ രണ്ടാമത്തെ നമ്മളോട് ചോദിച്ചെന്താണ്, രണ്ടാമത്തെ ചോദിച്ചിട്ടുള്ളത് ഹസ്ബൻഡ് ഏജ് ആണ്, വെൻ വൈഫ്സ് ഏജ് ഈസ് 16. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഇത് കാണും എങ്ങനെയാണ്, ഇവിടെ നമ്മൾ 16 എന്നുള്ളത് വൈയുടെ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ 23.17 നമുക്ക് ആൻസർ കിട്ടും. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഹിൻസ് മാത്രമാണ് തന്നത്. നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തുക. വീണ്ടും കാണാം. താങ്ക്